ഹലോ എവരിവൺ. ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് ഐസർ തിരുവനന്തപുരത്തെ ക്യാമ്പസിൻ്റെ അകത്താണ്. ഞാൻ ഐസറിലേക്ക് വന്നത് മറ്റൊന്നിനുമല്ല, ഇന്ന് നമ്മളൊരു ചെറിയൊരു കോൺവെർസേഷൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ബോർഡ് എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമായിരിക്കും നിങ്ങൾ മേ ബി ഇത് വാച്ച് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ പല ആളുകൾക്കും സെൽഫ് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ബോർഡ് എക്സാമിന് ശേഷം ഒരു പ്രിപ്പറേഷൻ കൊണ്ട് ഐസർ ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അതിനൊരു ഉത്തരം പറയാനാണ് നമ്മൾ ഈ ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു കോൺവെർസേഷനിൽ നമുക്ക് വെൽക്കം ചെയ്യാം ശ്രീനന്ദയെ. ശ്രീനന്ദ, വെൽക്കം ടു ദ ഷോ. അപ്പം ആദ്യം ശ്രീനന്ദ ഒന്ന് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഹലോ എവ്രി വൺ, ഞാൻ ശ്രീനന്ദ വൈജു. ഞാനിപ്പോൾ കറൻ്റ്ലി ICTVM ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ നാട്ടിൽ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ആൻഡ് ഫുൾ പഠിച്ചതൊക്കെ ദുബായിലായിരുന്നു, 12th വരെ. അപ്പം നമ്മുടെ ഓഡിയൻസിന് അറിയാൻ ആഗ്രഹമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരിക്കും, ഇപ്പം നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ക്രാഷ് കോഴ്സിൽ ശ്രീനന്ദ ജോയിൻ ചെയ്ത് ജസ്റ്റ് ആഫ്റ്റർ ബോർഡ് എക്സാം ആണല്ലോ ഈ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്ത്. അപ്പോൾ എത്രത്തോളം സ്കൂളിൽ ടോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു, എങ്ങനത്തെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു ശ്രീനന്ദ എന്ന് പറയുന്നത്? ടു ബി ഫ്രാങ്ക്, അത്യാവശ്യം നല്ലോണം പഠിക്കുന്ന ഒരാളായിരുന്നു. അതായത് ഫൗണ്ടേഷണൽ കോൺസെപ്റ്റുകളൊക്കെ നല്ല ബേസ് ഉണ്ടായിരുന്നു. ഈ ഐസറിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ ഒരു സയൻസിലൊരു കരിയർ ബിൽഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഏത് സമയത്താണ് ഈ ഒരു ആഗ്രഹം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? എനിക്ക് 10th കഴിഞ്ഞിട്ട് സ്ട്രീം ചൂസ് ചെയ്യണമായിരുന്നല്ലോ, അപ്പോൾ സയൻസിലോട്ട് തന്നെയായിരുന്നു ഇൻട്രസ്റ്റ് അപ്പോഴും. ആൻഡ് അപ്പം ബയോമാത്സ് എടുത്തു. അപ്പോൾ പേരൻസൊക്കെ പറഞ്ഞ് നീറ്റ് കോച്ചിങ്ങിന് ജോയിൻ ചെയ്തു. പിന്നെ കുറച്ച് ഫ്യൂ മന്ത്സ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എനിക്ക് പറ്റുന്ന കാര്യമല്ലായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഒരു ഫാമിലിയിൽ തന്നെ ഒരാൾ ഐസറിൽ പഠിച്ചതാണ്, ഐസർ. അപ്പോൾ അങ്ങനെയാണ് ഐസറിനെ കുറിച്ച് അറിയുന്നതൊക്കെ. അവരോട് സംസാരിച്ചിട്ടാണ് അറിയുന്നത് ദാറ്റ് ഇറ്റ്സ് ജസ്റ്റ് എ കോളേജ് ഫോർ റിസർച്ച് ആൻഡ് ഫോർ സയൻസ്. അപ്പോഴാണ് ആ ഒരു ഇൻട്രസ്റ്റ് തുടങ്ങിയതും. അപ്പോൾ എനിക്ക് അറിയാം ഇങ്ങനെ സച്ച് കോഴ്സസ് ഒക്കെ ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനെ തുടങ്ങിയ ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇപ്പം ഐസറിൻ്റെ എക്സാം എന്ന് പറയുന്നത് ഇപ്പം റിലേറ്റീവ്ലി കുറച്ച് കോമ്പറ്റീറ്റീവ് ആയിട്ട് മാറിയിട്ടുണ്ടല്ലോ, ഓരോ വർഷവും കൂടുതൽ കുട്ടികൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. അപ്പം ക്രാഷ് കോഴ്സിനൊക്കെ ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ബോർഡ് എക്സാമിന് ശേഷം മാത്രം ഒരു 50 ദിവസം കൊണ്ടൊക്കെ ക്ലിയർ ചെയ്യാമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, അതോ പലപ്പോഴായിട്ട് സെൽഫ് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? അത്യാവശ്യം നല്ലോണം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഫസ്റ്റ് കോമ്പറ്റേറ്റീവ് എക്സാം ആയിരുന്നു. ആൻഡ് കമ്പാരിറ്റീവ്ലി അതർ കോമ്പറ്റേറ്റീവ് എക്സാംസ് നീറ്റ് വെച്ചൊക്കെ നോക്കുമ്പോൾ വേറൊരു ലെവലിൽ തന്നെയാണ് IIT നിൽക്കുന്നതൊക്കെ. അപ്പോൾ അത്യാവശ്യം നല്ല പേടിയും ഉണ്ടായിരുന്നു. അതായത് ക്രാഷ് കോഴ്സിനൊക്കെ ജോയിൻ ചെയ്തതിന് ശേഷം കുറച്ച് സീരിയസ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമുക്ക് സെൽഫ് ഡൗട്ട് ബിൽഡ് ചെയ്യുന്നത് കൂടി വരികയാണ് ചെയ്യുക? അല്ല, ക്ലാസ്സസ് കേട്ടപ്പോൾ പിന്നെ PYQസും ലൈക്ക് എക്സാംസ് ഒക്കെ എഴുതിയ സമയത്ത് കുറച്ചൊക്കെ കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. ആൻഡ് കുറച്ചുകൂടി കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. കാരണം ആ ഒരു എക്സാം പാറ്റേണും എല്ലാം നല്ലോണം അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. സോ താനെ വന്നപ്പോൾ കുറച്ച് കോൺഫിഡൻസ് ബിൽഡായി. എക്സാമിൻ്റെ അടുത്ത് വന്നപ്പോൾ ഉണ്ടാവുന്ന ഒരു പേടി ഓബ്വിയസ്ലി എന്തായാലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ശ്രീനന്ദ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കി ഒരു പാറ്റേൺ ഒക്കെ മനസ്സിലാക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു? സ്കൂളിൽ പഠിക്കുമ്പോൾ മെയിൻലി സ്കൂളിലെ എക്സാംസിനായിരുന്നു ഫോക്കസ് കൊടുത്തത്. കാരണം ബോർഡ് എക്സാമിനൊക്കെ ആയിരുന്നു. ബോർഡ് എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു 2 months ഗ്യാപ്പിലായിരുന്നു മെയിൻലി PYQസിലോട്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തതും ചെയ്യാൻ തുടങ്ങിയതും. അതിന് മുന്നേ ഞാൻ എന്താ പറയുക, സിലബസ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്യായിരുന്നു. എത്രത്തോളം ഉണ്ട്, എത്രത്തോളം എനിക്ക് അറിയാം. കാരണം 11th സബ്ജക്ട്സും ഒരുപാട് ഉണ്ടായിരുന്നു, അതൊക്കെ ഓർത്തെടുക്കണം. അങ്ങനെയുള്ള സിലബസ് അനലൈസ് ചെയ്യുന്നതായിരുന്നു. ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയത് ആ ഒരു ക്രാഷിൻ്റെ സമയത്തായിരുന്നു. അപ്പോൾ നമ്മളെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ജേണി ആയിരിക്കുമല്ലോ. വളരെ കുറഞ്ഞ ദിവസത്തിൻ്റെ ഉള്ളിൽ പ്രോപ്പറായിട്ട് സ്ട്രക്ചേർഡ് ആണെങ്കിലും വളരെ കുറവ് സമയത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ റിവൈസ് ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടൈം കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ്റെ സമയത്ത് എന്തെങ്കിലും പേഴ്സണലി ചാലഞ്ചിങ് ആയിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നു? ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് കോമ്പറ്റേറ്റീവ് എക്സാം. പിന്നെ പ്രയറായിട്ട് എനിക്ക് അങ്ങനെ കോച്ചിങ് ഒന്നും അധികം ഉണ്ടായില്ല. ഓൺലി 11th and 12th ഒരു ബേസ് ആയിരുന്നു.
അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെയായിരിക്കും ആ ഒരു കോമ്പറ്റേറ്റീവ് അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെ ചെയ്യും. പിന്നെ ഞാൻ കൂടെ എക്സാം എഴുതുന്നവരും പ്രോബബ്ലി ഇങ്ങനെ പല എക്സാംസ് എഴുതി പിന്നെ കുറേ റിപ്പീറ്റ് ചെയ്ത ആൾക്കാരൊക്കെ ആയതുകൊണ്ട് അവർക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവുമല്ലോ. അതിൻ്റെ ഇടയിൽ ഞാനൊരു ഫ്രഷറായിട്ട് എന്താവുമെന്ന് നല്ല പേടിയുണ്ടായിരുന്നു. കൂടെ തന്നെ ഫാമിലിയിൽ നിന്നും ചെറിയൊരു പ്രഷർ ഉണ്ടായിരുന്നു. കാരണം അവർക്കൊരു പേടിയുണ്ടായിരുന്നു, ഈ ഒറ്റൊരു എക്സാം എഴുതിയിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒരു വർഷം ഇതിന് വേറെ ഒരു എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇല്ല, ആകെ ഇതും പിന്നെ നെസ്റ്റിന് വേണ്ടിയിട്ടും പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ സയൻസ് ഫോക്കസ്ഡ് ആണ് കരിയർ എന്നുള്ളത് പ്ലസ് ടുവിലെ പ്ലാൻ ചെയ്തിട്ടുള്ളവർ? പ്ലസ് ടു അവസാനമായപ്പോൾ തന്നെ എനിക്ക് കുറച്ച് അറിയായിരുന്നു. അങ്ങനെ ഉണ്ടായതുകൊണ്ട് ഫാമിലിക്ക് ഒരു പേടിയുണ്ടായിരുന്നു, നീ ഇതിന് മാത്രമായിട്ട് ഒരു വർഷം നീ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുമോ അങ്ങനെയൊക്കെ. അതേപോലെ ആ പേടി എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയോ ഒരു 2 മാസത്തിൽ ഒപ്പിച്ച് നല്ലോണം ഇരുന്ന് പഠിച്ചപ്പോൾ കുഴപ്പമൊന്നുണ്ടായിരുന്നു. ഐസറിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് കോച്ചിങ് ആണോ നിങ്ങൾ നോക്കുന്നത്? ഐസറിന് വേണ്ടി മാത്രം ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, ഐസറിലെ സ്റ്റുഡൻസ് നിങ്ങൾക്ക് തരുന്ന മെന്റർഷിപ്പ്, വീക്ക്ലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റുകൾ, ഇതെല്ലാം അടങ്ങുന്ന ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഐസർ കോച്ചിങ് പ്രോഗ്രാമിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ഈ ഫോൺ നമ്പറിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമ്മളെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു ശ്രീനന്ദ ഒരു ദിവസം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്? എന്താണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അല്ലെങ്കിൽ രാത്രി വരെ ചെയ്തിട്ടുണ്ടായിരുന്നത്? അതേപോലെ തന്നെ ഒരു വീക്ക്ലി ഷെഡ്യൂളും എങ്ങനെയായിരുന്നു? ജനറലായിട്ട് പറയുകയാണെങ്കിൽ രാവിലെ ക്രിസ്പർ ജോയിൻ ചെയ്ത് ക്രാഷ് കോഴ്സിൻ്റെ ആ ഒരു സമയത്താണെങ്കിൽ രാവിലെ എണീറ്റ പോലെ ക്ലാസ്സസ് ഉണ്ടാവുമായിരുന്നു. ഓൾമോസ്റ്റ് ഒരു ഉച്ച വരെയൊക്കെ ആയിരുന്നു ക്ലാസ്. അതായത് യു എയിലെ ടൈം വെച്ച് നോക്കുമ്പോൾ ഏർലിയോ ക്ലാസ്സസ് ഒരു 5:30 ആകുമ്പോൾ എണീറ്റ് ക്ലാസ്സിന് ഇരിക്കുമായിരുന്നു. അത് അതിന്റെ ഉറക്കം എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു? പക്ഷെ സാക്രിഫിഷ്യൽ സ്ലീപ്പ് അങ്ങനെ ഒരു കാര്യമായിരുന്നു, വലിയ കുഴപ്പമുണ്ടായില്ല. എനിവേസ് ഒരു 2 മന്ത്സത്തേക്ക് ഉണ്ടായിരുന്ന ഒരു ഗ്രൈൻഡ് ആയതുകൊണ്ട് തന്നെ കുഴപ്പമുണ്ടായില്ല. രാവിലെ എണീക്കും, ക്ലാസ്സിനിരിക്കും, പിന്നെ കണ്ടിന്യൂസ് ബ്രേക്ക് ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഉണ്ടാവുന്ന ക്ലാസ്. അപ്പോൾ അത് നോർമൽ ആ ഒരു റുട്ടീനിൽ തന്നെ പോയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അധികം വേറെ ഒന്നും ചെയ്യില്ലായിരുന്നു. ഉച്ച കഴിഞ്ഞിട്ട് ക്ലാസ് തുടങ്ങിയിട്ട് നമുക്ക് ടെസ്റ്റൊക്കെ തുടങ്ങിയായിരുന്നല്ലോ, ചാപ്റ്റർ വൈസ് ടെസ്റ്റ് ആദ്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു മോക്ക് എക്സാം പോലെയൊക്കെ. അപ്പോൾ ആ ടെസ്റ്റൊക്കെ നടക്കുന്ന സമയത്ത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് റിസൾട്ട് വരുമ്പം അത് അനലൈസ് ചെയ്യും, ഞാൻ എവിടെയൊക്കെ മിസ്റ്റേക്ക് ചെയ്തു. അന്ന് തന്നെ മോസ്റ്റ്ലി ചെയ്യാൻ നോക്കും, പിന്നത്തേക്ക് വെക്കാൻ നോക്കില്ല. അപ്പോൾ എക്സാമൊക്കെ ചെയ്യും, അത് കഴിഞ്ഞിട്ട് ആൻസേഴ്സ് അനലൈസ് ചെയ്യും, എവിടെ മിസ്റ്റേക്സ് ചെയ്തു എന്ന് നോക്കും. ചിലപ്പോൾ വീണ്ടും അത് എക്സാം അപ്പോൾ ഒരു മിസ്റ്റേക്ക് ആണെന്ന് മനസ്സിലാക്കി, ആ മിസ്റ്റേക്കിനെ എങ്ങനെയാണ് അനലൈസ് ചെയ്യുക? അതായത് ഒരു മിസ്റ്റേക്ക് ജേണൽ അതുപോലെ പ്രോപ്പർ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നോ, അതോ ജസ്റ്റ് നമ്മൾ ഒന്ന് മനസ്സിലാക്കുക മാത്രമേ ഉള്ളായിരുന്നു, ട്രാക്ക് ചെയ്യുമായിരുന്നു? ഒരു ബുക്ക് ഉണ്ടായിരുന്നു, അതിലിങ്ങനെ എഴുതി വെക്കും. എന്തൊക്കെ കാര്യം ട്രാക്ക് ചെയ്യുക? ഒരു ക്വസ്റ്റ്യൻ തെറ്റി, അപ്പം എന്തൊക്കെയാണ് സ്പെസിഫിക്കലി ആ ക്വസ്റ്റ്യനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് നോട്ട് ചെയ്യുക? ക്വസ്റ്റ്യൻ എഴുതും, എന്തുകൊണ്ടാണ് അവിടെ മിസ്റ്റേക്ക് വന്നത്, എവിടെ മിസ്റ്റേക്ക് വന്നതെന്ന് നോട്ട് ചെയ്ത് വെക്കും, ഇനി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ പ്രോപ്പറായിട്ടൊരു ബുക്ക് ഉണ്ടായിരുന്നു അതിന് വേണ്ടി, കാരണം എനിക്ക് ലേറ്റർ ഓൺ റെഫറൻസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ തീരെ മനസ്സിലായില്ലെങ്കിൽ മെൻറ്ററിനെ കോണ്ടാക്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ നോട്ട് നോക്കും, ടെക്സ്റ്റ് ബുക്ക് വായിക്കും, എങ്ങനെയൊക്കെ അത് മനസ്സിലാക്കും. അങ്ങനെയായിരുന്നു ഉച്ച കഴിഞ്ഞിട്ട് ഈവനിങ് ഒക്കെ. പിന്നെ മനസ്സിലാവാത്ത ടോപ്പിക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ക്ലാസ് വീണ്ടും കാണും, അപ്പോൾ തന്നെ റെക്കോർഡിംഗ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ക്ലാസ്സൊക്കെ കാണും, സ്വയമായിട്ട് പഠിക്കാൻ നോക്കും. അങ്ങനെ മിക്കവാറും ക്ലാസ്സസ് ലൈവ് ആയിട്ട് തന്നെയാണോ കണ്ടിരുന്നത്, അതോ റെക്കോർഡിംഗ് ക്ലാസ്സസ് ആണോ? ലൈവ് തന്നെയായിരുന്നു എനിക്ക് കൂടുതലും, കാരണം റെക്കോർഡിംഗ് എന്ന് പറയുമ്പോൾ എനിക്ക് മടിയുള്ള ആളായതുകൊണ്ട് റെക്കോർഡിംഗ് കാണാൻ ചിലപ്പം അപ്പം തന്നെ കാണുന്നതായിരുന്നു എനിക്ക് നല്ല. അപ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ ഒരു സിസ്റ്റം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ തിയറി ക്ലാസ്സിൻ്റെ കൂടെ തന്നെ ഡിസ്കസ് ചെയ്യും. പിന്നെ നമുക്കൊരു പേഴ്സണലായിട്ടുള്ള ഒരു മെൻറ്റർ ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് അവസാനം കുറേ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യും അല്ലേ? അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ ഏറ്റവും ഇഫക്റ്റീവായിട്ട് തോന്നിയത് എങ്ങനെയായിരുന്നു? ഏത് കാര്യമാണ് ഏറ്റവും ശ്രീനന്ദ കൂടുതൽ എഫക്റ്റീവായിട്ട് ഉപയോഗിച്ചു തോന്നുന്നു? എക്സാംസ് തന്നെയായിരുന്നു, രണ്ടും മോക്ക് എക്സാംസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും. ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് അവസാനം ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യായിരുന്നു. അതേപോലെ തന്നെ PYQs-ൻ്റെ ഒരു എക്സാം മോഡലായിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ രണ്ടുമായിരുന്നു എനിക്ക് ഏറ്റവും ബെനിഫിഷ്യലായിട്ട് തോന്നി. കാരണം ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഏറ്റവും കൂടുതൽ
സഹായിക്കുക എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ അതായിരുന്നു. പിന്നെ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമും ഫോളോ അപ്പ് ഒക്കെ ചെയ്യാൻ നല്ലതായിരുന്നു. എൻ്റെ മെൻറ്റർ ഇടയ്ക്കിടയ്ക്ക് കോണ്ടാക്ട് ചെയ്യും. ഓരോ എക്സാം കഴിഞ്ഞിട്ടായാലും മാർക്സ് എങ്ങനെ അനലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. എങ്ങനെയൊക്കെ എന്തൊക്കെ സ്ട്രാറ്റജീസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു നല്ല മാർക്കാണെങ്കിൽ അതെങ്ങനെ ഒരു കോൺസ്റ്റൻറ്റ് റേറ്റിൽ വെക്കാം, എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, എങ്ങനെ ബെറ്റർ ആവും എന്നൊക്കെ അത്യാവശ്യം ഹെൽപ്പ് ചെയ്തായിരുന്നു. സോ ഇൻ ദാറ്റ് വേ നല്ലതായിരുന്നു. പക്ഷെ ആ ഒരു 1.5 മാസം മാത്രം കിട്ടിയ ചെറിയ ഷോർട്ട് പീരീഡ് ആയിരുന്നു. അപ്പോൾ അധികം കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു ആളല്ലായിരുന്നു. ഇപ്പോൾ ഒരു റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിൽ പറ്റുന്ന പോലെ അല്ലായിരുന്നു ക്രാഷിൽ. പക്ഷെ എന്നാലും ഈ ഒരു എക്സാം എഴുതുന്ന ഒരു ഇതിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ഹെൽപ്പായിരുന്നു. അപ്പം ശ്രീനന്ദ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നൊരു സ്റ്റുഡൻറ്റ് വരുത്താൻ സാധ്യതയുള്ള ഒരു മിസ്റ്റേക്ക് നമ്മൾ മുന്നിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ മിസ്റ്റേക്കാണ് ഐസറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റ് അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുന്നത്? ഓക്കെ, അപ്പോൾ ഒരു 2.5 months മാത്രം ബാക്കിയുള്ള ഒരാൾ, അല്ലെങ്കിൽ ഒരു ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ, സ്പീക്കിംഗ് ഫ്രം എക്സ്പീരിയൻസ്, ഞാൻ ആദ്യമൊക്കെ സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാമെന്നായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. ഫുൾ എല്ലാ ടോപ്പിക്കും ഓരോ ടോപ്പിക്കും ലൈക്ക് 1 by 1 പോയിട്ട് കംപ്ലീറ്റ് ചെയ്ത് അതിലത്തെ ക്വസ്റ്റ്യൻസ് ചെയ്ത് അങ്ങനെയായിരുന്നു. പക്ഷെയാണ് മനസ്സിലായി ആ ഒരു ടൈം കൺസ്ട്രെയിൻറ്റിൽ അതൊരു വെരി ബാഡ് ഐഡിയ ആണ്. കാരണം എല്ലാ ടോപ്പിക്കും കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും ഭയങ്കര സമയമെടുക്കും, ആ ഒരു സമയത്തിൽ തീർക്കാനും പറ്റില്ല. അപ്പോൾ മെയിൻലി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിട്ട് കൂടുതൽ വെയിറ്റേജ് ഉള്ള ടോപ്പിക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ PYQs എന്തായാലും പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഒരു പ്രീവിയസ് ഇയർ പാറ്റേണിൽ തന്നെ കുറേ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ വരുന്നതിൽ ക്വസ്റ്റ്യൻസ് ചെയ്താൽ ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആകും. പിന്നെയുള്ള രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ടെൻഷൻ അടിക്കാതിരിക്കുക, കോൺഫിഡൻസ് നല്ലോണം ബിൽഡ് ചെയ്യാൻ നോക്കുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, ബേസ് സ്ട്രോങ് ആക്കുക. ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്തൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും ഒരാൾക്ക് തോന്നുക ഓക്കെ ഇങ്ങനെയൊക്കെ ചെയ്താൽ എനിക്ക് ചെയ്യാൻ പറ്റും? ആ ഒരു ബേസ് ലെവൽ കോൺഫിഡൻസ് എങ്ങനെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും? ആദ്യം ടോപ്പിക് വൈസ് പോവുക, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിട്ട് നോക്കുക, അത് ഇരുന്ന് മനസ്സിലാക്കി പഠിക്കുക, ബൈ കോൺസെപ്ഷ്യൽ ആയിട്ട് പഠിക്കാൻ നോക്കുക. നല്ലോണം വിഷ്വലൈസ് ഒക്കെ ചെയ്ത്, ബയോളജി ഒക്കെ ആണെങ്കിൽ നല്ലോണം വിഷ്വലൈസ് ചെയ്തിട്ട്, കാരണം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല ചോദിക്കുക, വെരി ആപ്ലിക്കേഷൻ ലെവൽ ആപ്ലിക്കേഷൻ ലെവൽ എക്സാം തന്നെയാണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, ആ ഒരു രീതിയിലോട്ട് എത്തുക. കാരണം നീറ്റ് അല്ലെങ്കിൽ നീറ്റ് മെയിൻലി നീറ്റ് റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ മിനിമം ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുന്ന കുട്ടികളായിരിക്കും. അതിൽ നിന്ന് മാറി ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയാൽ ആ ഒരു കോൺഫിഡൻസ് നല്ലോണം ബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ ചിലപ്പം മോക്ക് എക്സാംസ് എഴുതുന്ന സമയത്തൊക്കെ മാർക്ക് കുറയാം കൂടാം, ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അതൊരു കാരണമായിട്ട് എടുത്തിട്ട് ഡൗൺ ആവേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം ചിലപ്പോൾ നിങ്ങൾ ടോപ്പ് ചെയ്യും, ഒരു പ്രാവശ്യം ചിലപ്പോൾ വളരെ മോശമായിട്ടുള്ള മാർക്സ് ആയിരിക്കും. പക്ഷേ ആ ഒരു മിസ്റ്റേക്സിൽ നിന്ന് പഠിച്ച് അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് നല്ലോണം പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ ഈ ഐസറിൽ ജോയിൻ ചെയ്യുന്നതിൻ്റെ മുന്നേ ഐസറിനെ കുറിച്ചൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ആ ഒരു എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി എന്താണ് ഒരു വ്യത്യാസം തോന്നിയിട്ടുള്ളത്? ഞാൻ വിചാരിച്ച് ടിപ്പിക്കൽ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കോളേജ് ആയിരിക്കും എന്നാണ്. പക്ഷേ വന്നതും ഇവിടെ എല്ലാവരും ഭയങ്കര ചില്ലാണ്, വെരി ഫ്രണ്ട്ലി പീപ്പിൾ. പിന്നെ നമുക്ക് ഒരുപാട് ഫ്രീഡം തരുന്നൊരു കോളേജാണ്. കുറേ റീസേർച്ച് ഓറിയൻറ്റഡും അതേപോലെ എക്സ്ട്രാ കരിക്കുലറായിട്ട് ഉള്ള ഓപ്പർച്യൂണിറ്റീസും തരുന്നൊരു ക്യാമ്പസാണ്. നമുക്ക് കുറേ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടും പിന്നെ കൾച്ചറൽസ് അങ്ങനെ ഒരുപാട് സംഭവമുണ്ട്. പിന്നെ അക്കാഡമിക്സ് വൈസ് ഞാൻ വിചാരിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നു. പക്ഷേ കുറച്ച് ഹസിൽ ചെയ്താൽ ഇറ്റ്സ് ഫൈൻ, നമുക്ക് നല്ലോണം പോകാൻ പറ്റുന്നത്, കുഴപ്പമില്ലാത്ത നല്ലൊരു കോളേജ്. ശ്രീനന്ദ എക്സാമൊക്കെ എഴുതിയതിന് ശേഷം മാർക്കൊക്കെ വന്ന് പ്രിഫറൻസ് ഒക്കെ കൊടുത്ത സമയത്ത് ഞാൻ ചോദിച്ച സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് പറഞ്ഞേ, പൂനെ പോലെ അല്ലെങ്കിൽ മൊഹാലി പോലെ കുറച്ചൊരു മെട്രോ സിറ്റീസിലേക്ക് പഠിക്കണം, അപ്പോൾ അതുപോലെ ഐസറാണ് പ്രിഫറൻസ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളെ അലോക്കേറ്റഡ് ആയിട്ടുള്ളത് ട്രിവാൻഡ്രത്താണ് അല്ലേ? അപ്പം ട്രിവാൻഡ്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു കാമായിട്ടുള്ളൊരു ക്യാമ്പസാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം എന്താ തോന്നിയിട്ടുള്ളത്? കാരണം മെട്രോയിൽ ജീവിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരാൾ
ഭയങ്കര ഒരു ഉൾനാട്ടിലുള്ള പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്യാമ്പസിലേക്ക് വരുമ്പോൾ എന്ത് വ്യത്യാസമാണ് ഫീൽ ചെയ്യുന്നത്? എനിക്ക് ആദ്യം എൻ്റെ മൈൻഡിൽ തന്നെ ഐസർ പൂനെയായിരുന്നു എൻ്റെ ഒരു ടോപ്പ് പ്രെഫറൻസ്. അത് ഐസർ എക്സാമിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് അവിടെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. മെയിൻലി ബിക്കോസ് എനിക്ക് നാട്ടിലിരുന്ന് പഠിക്കാൻ ലൈക്ക് പുറത്തേക്ക് പോയിട്ട് ലൈക്ക് കേരളത്തിന് പുറത്തേക്ക് പോയിട്ട് പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം. പ്ലസ് ഞാൻ ദുബായിൽ പഠിച്ച സ്ഥിതിക്ക് ആ ഒരു കംഫർട്ട് സോൺ പോലെ ആയിരിക്കും എന്നായിരുന്നു എൻ്റെ ഒരു വിചാരം. അതായത് സിറ്റിയിൽ പഠിക്കാന്നുള്ളത്. അങ്ങനെ അപ്പോൾ കുറേ നാൾ അങ്ങനെയായിരുന്നു. എനിക്ക് ആ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു അവിടെ തന്നെ പോകണമെന്ന്. പിന്നെ അലോക്കേഷൻ ലൈക്ക് പ്രെഫറൻസ് കൊടുക്കുന്ന സമയത്ത് പേരൻസിനോടൊക്കെ സംസാരിച്ചും സാറിനോട് സംസാരിച്ച സമയത്തൊക്കെ പറഞ്ഞപ്പോൾ ട്രിവാൻഡ്രം ഒരു കംഫർട്ട് പ്ലേസ് ആണ്, വീട്ടിൽ നിന്ന് അടുത്താണ്, പ്ലസ് ഇവിടുത്തെ ആംബിയൻസും അടിപൊളിയാണ്. ആൻഡ് കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് അപ്പോൾ എനിക്ക് തോന്നി, കൊടുത്തു, കിട്ടി. അപ്പോൾ ഇപ്പോൾ ഇവിടെ ജോയിൻ ചെയ്തതിന് ശേഷം വരുമ്പോഴേ അതായത് സിറ്റിയിലൊന്നും അല്ലല്ലോ പഠിക്കുന്നത് എന്നുള്ള ഒരു കാര്യം ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടോ? അപ്പം ഏകദേശം ഒരു വർഷമായില്ലേ ഇവിടെ പഠിക്കാൻ തുടങ്ങിയിട്ട്, അപ്പം സ്റ്റിൽ അങ്ങനെ തോന്നുന്നുണ്ടോ? ഇതൊരു സോർട്ട് ഓഫ് ഐസൊലേറ്റഡ് പ്ലേസ് തന്നെയാണ്, സിറ്റിയിൽ നിന്ന് ഭയങ്കര ദൂരമാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു ക്യാമ്പസായിട്ട് തന്നെ ഒരു ഇറ്റ്സ് ഓൺ അറ്റ്മോസ്ഫിയർ ആണ്. ഇതിൽ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇവിടെ തന്നെ ഒരു ഹോം ക്രിയേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് കുറേ ബുദ്ധിമുട്ടുണ്ടാവും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതിലൊക്കെ, പക്ഷേ ഇറ്റ് വാസ് പ്രിറ്റി ഈസി ആൻഡ് നൈസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു കോൺവെർസേഷൻ അവസാനിപ്പിക്കുന്നതിൻ്റെ മുന്നേ എനിക്ക് അവസാനമായിട്ട് ശ്രീനന്ദനോട് ചോദിക്കാനുള്ളത്, നമ്മൾ ഈ ഒരു കോൺവെർസേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇനി ഈ വർഷം ഐസറിൻ്റെ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ കാണുന്നുണ്ടാവും, വരുന്ന വർഷങ്ങളിൽ ഐസറിൽ ജോയിൻ ചെയ്യാൻ ആസ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് കാണുന്നുണ്ടാവും. അപ്പം അവരോട് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഈ എക്സാം ഓൾറെഡി ക്രാക്ക് ചെയ്ത ഒരാൾ എന്നുള്ള രീതിയിൽ, അതുപോലെ തന്നെ ഐസറിൽ ഒരു വർഷമായിട്ട് പഠിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ എന്ത് അഡ്വൈസാണ് ആസ്പയറിങ് സ്റ്റുഡൻസിന് കൊടുക്കാനുള്ളത്? എനിക്ക് പറയാനുള്ള അഡ്വൈസ് എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് സയൻസ് ഭയങ്കര ഇൻട്രസ്റ്റ് ആണെങ്കിൽ, ആ ഒരു പാഷൻ ഉണ്ടെങ്കിൽ എന്തായാലും ഐസർ ഇസ് എ വെരി ഗുഡ് ഓപ്ഷൻ. കാരണം ഇത് ഒരു ജോബ് ഫോക്കസ് കോഴ്സ് അല്ല. നമ്മളിപ്പോൾ ഒരു 5 വർഷം ഇവിടെ പഠിച്ചിട്ട് മെയിൻലി ആൾക്കാർ ഹയർ സ്റ്റഡീസിന് ഓപ്റ്റ് ചെയ്യുന്ന ഒരു കോഴ്സ് തന്നെയാണ്. അപ്പോൾ യു മൈറ്റ് ഹാവ് ടു വർക്ക് എ ലോട്ട് ഓഫ് ഇയേഴ്സ് ഈവൻ ആഫ്റ്റർ 5 years ഇവിടെ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും. അപ്പോൾ അത്രയും ഹാർഡ് വർക്ക് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ എന്തായാലും വരാം. പക്ഷേ 5 years കഴിഞ്ഞിട്ട് ഉടനെ ജോലിക്ക് നോക്കണം അല്ലെങ്കിൽ പൈസ അങ്ങനത്തെ ഒരു കരിയറായിട്ട് ഇതെനിക്ക് കാണുന്നില്ല. അപ്പം സയൻസ് അത്രയും ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഐസർ ജോയിൻ ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി നല്ലോണം വർക്ക് ചെയ്യുക. ആൻഡ് ക്യാമ്പസ് വൈസ് ഇറ്റ് ഈസ് എ വെരി ഗുഡ് കോളേജ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല ഫ്രീഡം ഉണ്ട്. അക്കാഡമിക്സ് വൈസും അതർ റിലേറ്റഡ് സ്റ്റാഫ് അതൊക്കെ ചെയ്യാനും നല്ല ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നൊരു ക്യാമ്പസാണ്. അപ്പം വർക്ക് ഹാർഡ് ആൻഡ് ഇഫ് ഐ ക്യാൻ ക്രാക്ക് ഇറ്റ് ഇൻ 2 months, 1.5 months to 2 months പോലും നല്ല ബേസ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ്. ഐ ക്യാൻ ക്രാക്ക് ഇറ്റ് ദെൻ എവരിവൺ ക്യാൻ. യാ, സോ ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ ഇപ്പം ശ്രീനന്ദൻ്റെ 1ാമത്തെ വർഷമാണ്. ഇനിയും ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാമ്പസിൽ 4 വർഷം കൂടെ ഉണ്ട്. അപ്പോൾ മാക്സിമം നല്ല ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റട്ടെ. ആൻഡ് അക്കാഡമിക് വൈസ് ആണെങ്കിലും ഇനി നല്ലൊരു റിസർച്ച് കരിയർ ആണെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് സംഭവിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക്സ് ഫോർ ജോയിനിങ് us. താങ്ക് യു സോ മച്ച്. ഹലോ എവരിവൺ, ഞങ്ങളിപ്പോൾ ഉള്ളത് ഐസർ തിരുവനന്തപുരത്തെ ക്യാമ്പസിലാണ്. നമ്മൾ ഈ ഒരു കോൺവെർസേഷനിൽ നീ പറയുന്നോ ട്രാക്ക് ചെയ്തോ കേട്ടോ. അപ്പോൾ നമ്മുടെ ഐസറിന്റെ എക്സാം എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ട് നടക്കും. ഭയങ്കര സ്പീഡ് പോലെ സ്പീഡ് പോലെ എനിക്കൊരു ബുദ്ധിമുട്ടാണല്ലേ. ഏട്ടാ ഇങ്ങോട്ട് വാ, ഈ ഒരു ആംഗിൾ ഒന്നും പിടിക്കും. ഇപ്പൊ ഷൂട്ടിംഗ് വല്ലതും നടക്കുന്നുണ്ടാ? എന്തൊക്കെ മിസ്റ്റേക്കാണ് ഐസറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുന്നത്? ഒരു
if you only wow